നമ്മുടെ മസ്തിഷ്കം പരിശീലിക്കപ്പെട്ടിട്ടുള്ളത് അപകടത്തെ അല്ലെങ്കിൽ പ്രശ്നത്തെ കാണാനാണ്. അപ്പൊ നമ്മൾ നമ്മളെ സ്വയം പരിശീലിപ്പിക്കേണ്ടത് സാധ്യതകളെ തേടാൻ വേണ്ടിയാണ്. എല്ലാവർക്കും നമസ്തേ. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഏവർക്കും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ചെറിയ എന്നാൽ വലിയൊരു രഹസ്യത്തെക്കുറിച്ചാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ പലപ്പോഴും വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മൾ അതിൻ്റെ കെട്ടുപാടിൽ പെട്ടുപോകുന്നു എന്നുള്ളതാണ് സത്യം. അത്തരം കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കാനും അതിൽ നിന്നും എങ്ങനെ നമ്മൾ പുറത്തു കടക്കാം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തയ്യാറായിക്കോളൂ. ഹാപ്പി ആൻഡ് റെഡി ടൈപ്പ് ചെയ്തോളൂ. പെട്ടെന്ന് 1 2 3 4 5 എല്ലാവരും മറന്നുപോയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇത് നമ്മുടെ ക്ലാസ് കേൾക്കാം. കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ ഹാപ്പി ആൻഡ് റെഡി പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. ഹാപ്പി ആൻഡ് റെഡി ആയതിനു ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. യെസ് വരട്ടെ. എടുത്തു വെച്ചോളുക. ഇനി മുതൽ എല്ലാ ദിവസവും ടാബ്ലറ്റ്സ് കയ്യിൽ വെച്ചോളുക. യെസ്. അപ്പൊ സന്തോഷത്തോടു കൂടി നമ്മളെ എപ്പോഴും ജീവിതത്തിലെ എപ്പോഴും നമ്മളെ വട്ടം കറക്കുന്ന ആ നെഗറ്റീവ് ചിന്തകളെ അതിനെപ്പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിന് എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം. ഞാൻ ആദ്യത്തെ എൻ്റെ പുസ്തകം ഞാൻ എഴുതുമ്പോൾ ശുഭാപ്തി വിശ്വാസങ്ങളും ശുഭചിന്തകളും ജീവിത വിജയത്തിന് എന്ന് പറയുന്ന എൻ്റെ ആദ്യത്തെ പുസ്തകം നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് ആൾക്കാരുടെ കയ്യിൽ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ പുസ്തകം എഴുതാനുള്ള പ്രധാനമായ കാരണം എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ അനന്തമായ അല്ലെങ്കിൽ കുരങ്ങിന്റെ മനസ്സായ അവസ്ഥയിൽ നിന്നും ഏകാഗ്രമായ ഒരു അവസ്ഥയിലേക്ക് എത്താം എന്നതിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു ഞാൻ പല തിരക്കുള്ള ജീവിതത്തിൽ പോകുമ്പോഴും രാത്രി ഉറങ്ങണമെങ്കിൽ ഒന്നിക്കൽ ടാബ്ലറ്റ്സ് കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആസക്തിയിലേക്ക് പെടേണ്ടി വരുന്നുള്ള കാലഘട്ടങ്ങളിൽ കടന്നു പോകുമ്പോഴാണ് ഞാൻ എൻ്റെ രാവിലെയുള്ള ഈ ഒരു ടോക്ക് ആരംഭിച്ചത്. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള എപ്പോഴോ എൻ്റെ മനസ്സിൽ എവിടെന്നോ കയറി വന്നൊരു വാക്കാണ്. പക്ഷെ അത് നിരന്തരം ഞാൻ 1600 സംതിങ് ദിവസങ്ങൾ ഇടതടവില്ലാതെ ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രാധാന്യം. എത്ര വർഷം? 4 വർഷക്കാലം, 1 2 അല്ല. അതിരാവിലെ എഴുന്നേറ്റ് ആദ്യമൊക്കെ 5 മണിക്ക് എഴുന്നേക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് ആയിരുന്നു. ഹെർക്കുലിയൻ ടാസ്ക് അല്ലെങ്കിൽ ഭഗീരഥ യജ്ഞം എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു ഞാൻ. ഓഫീസിൽ 8 മണിക്കൊക്കെ പോകണം. ഇപ്പൊ 7:30 മണിക്ക് 7:15 മക്കളെയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പൊ 7 മണിക്ക് എഴുന്നേക്കും, 7:15 കുളിക്കും, 7:15 പുറത്തിറത്തിയിരിക്കും ഞങ്ങള്. അങ്ങനെയുള്ള അവസ്ഥയിൽ അപ്പൊ എത്രത്തോളം പ്രഷറിലായിരിക്കും പോകുന്നതെന്നറിയാം. അവിടുന്ന് മാറി സ്വപ്നമായിരുന്നു 5 മണിക്ക് എഴുന്നേക്കുക എന്നുള്ളത്. അങ്ങനെ 5 മണിക്ക് എഴുന്നേക്കാൻ വേണ്ടി ആദ്യം 5 AM ക്ലബ്ബ് ജോയിൻ ചെയ്തു. അവിടുന്ന് കുറച്ച് ഇങ്ങനെ പോയി ഇപ്പൊ 4 AM ക്ലബിലെത്തി. എന്നുവെച്ചാൽ നമ്മളായിട്ട് ആ സമയം 4 മണിക്ക് എത്തി. അതിനൊക്കെ എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇതാണ് ഈ പുസ്തകം. ഇത് രാവിലെ ഇതിന്റെ ആദ്യം ഞാനിങ്ങനെ ആദ്യം എഴുതാൻ ശ്രമിക്കും. എന്നിട്ടാണ് നടക്കാൻ പോകുമ്പോൾ ഇതിന് വീഡിയോ എടുക്കുക. വീഡിയോ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ സെൽഫി എടുത്ത് പറയാണ്. അത് പറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കാനും. അപ്പൊ ആ 2 കാര്യമാണ്. നമ്മൾ പ്രചോദനമില്ലെങ്കിൽ നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ എന്റെ പ്രചോദനമായിരുന്നു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നേരം വെളുക്കുന്നതിന് മുമ്പേ വീഡിയോ എടുത്തിട്ട് സ്റ്റാറ്റസ് ആക്കിയിട്ടും അല്ലെങ്കിൽ എന്താ പറയാ യൂട്യൂബിന്റെ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് അയക്കുമ്പോൾ ഒരു 10 പേര് കാണും, 15 പേര് കാണും. അപ്പൊ അതൊരു പ്രചോദനമാണ്. അപ്പൊ ആൾക്കാർ ഇവൻ രാവിലെ നമുക്ക് മനസ്സിൽ ഇങ്ങനെ പല പല കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവൻ രാവിലെ എഴുന്നേക്കുന്നുണ്ട് കേട്ടോ, അതിന്റെ വലിയ കാര്യമില്ല. അപ്പൊ ഒരാൾ നീ രാവിലെ എഴുന്നേക്കുന്നുണ്ടല്ലേ, അപ്പൊ നമുക്കൊരു സന്തോഷം. ഇതൊരു പ്രചോദനമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി രൂപീകരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ സനാതന ധർമ്മത്തിനെ പറ്റി കുറച്ച് എഴുതാൻ തുടങ്ങി. സമയമുണ്ട്. രാവിലെ 5 മണിക്ക് എഴുന്നേക്കാൻ തുടങ്ങി. അപ്പൊ 5 മണിക്ക് എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞാൽ 5:20 വരും. പിന്നെ 7 മണി വരെ സമയമുണ്ട് ഇഷ്ടം പോലെ.
കുളിച്ചു കഴിഞ്ഞ ആ സമയത്ത് പിന്നെ ഭഗവത്ഗീത വായിക്കാൻ തുടങ്ങി, രാമായണം വായിക്കാൻ തുടങ്ങി, മഹാഭാരതം വായിക്കാൻ തുടങ്ങി. അപ്പൊ വായിക്കുമ്പോൾ എനിക്കൊരു സ്വഭാവം തോന്നി, ഈ വായിക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, ഇത് നമ്മൾ തന്നെ മനനം ചെയ്യണം എന്നുള്ള തത്വമുണ്ട്. നമ്മൾ എന്തറിയുന്നുവോ അതിനെ മനനം ചെയ്യണം. അപ്പൊ മനനം ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞ് എഴുതുക എന്നുള്ളത്. അതാണ് രണ്ടാമത്തെ നമ്മൾ ഞാൻ വാട്സപ്പ് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പൊക്കെ രൂപീകരിച്ച്, വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉപയോഗിച്ച്, അപ്പോഴേക്കാണ് കോവിഡിന്റെ കാലഘട്ടം വരുന്നത്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഇത് എഴുതി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 250 ആളായിരുന്നു, 256 ആളായിരുന്നു ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് കൂടി 3 ഗ്രൂപ്പായി, 4 ഗ്രൂപ്പായി, 5 ഗ്രൂപ്പായി, അങ്ങനെ പിന്നെ 25,000 30,000 ആൾക്കാരുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്ക് എത്തി. ഇപ്പൊ എല്ലാ ദിവസവും രാവിലെയുള്ള എൻ്റെ ഈ എഴുത്ത് കിട്ടിയതിന് ശേഷം ആൾക്കാർക്ക് പ്രചോദനം, അത് എനിക്ക് നല്ല മോട്ടിവേഷൻ നൽകി. ആ മോട്ടിവേഷനാണ് എന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് അത്രേ ഉള്ളൂ. നമ്മളെ ആദ്യം ഭരിച്ചുകൊണ്ടിരുന്ന നെഗറ്റീവായ ചിന്തകളെ എങ്ങനെ നമുക്ക് പ്രചോദനപരമായ രീതിയിലേക്ക് മാറ്റാൻ പറ്റും എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെഗറ്റീവ് ചിന്തകൾ എന്ന് പറയുന്ന സംഭവം യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് എളുപ്പത്തിൽ പറയാനുള്ള കാര്യം. നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നമുക്ക് തോട്ട്സുകളേ ഉള്ളൂ. നമുക്ക് എല്ലാം തോട്ട്സുകളാണ്. തോട്ട്സിനെ നമ്മളാണ് നെഗറ്റീവും പോസിറ്റീവാക്കി മാറ്റുന്നത്. നമുക്ക് പ്രചോദനം നൽകുന്നത് എന്താണോ ആ തോട്ട്സ് നമുക്ക് പോസിറ്റീവ് തോട്ട്സും, നമുക്ക് പ്രചോദനം നൽകാതിരിക്കുന്ന തോട്ട്സ് ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് തോട്ട്സുമായി മാറുന്നു. അതായത് ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ, ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് എനിക്ക് എവിടെയും എനിക്ക് ഗുണകരമായ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, എനിക്ക് പ്രചോദനം നൽകുന്ന ഒരു കാര്യവും എനിക്ക് 5 മണിക്ക് എഴുന്നേറ്റ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ, ഞാൻ ആ തോട്ട്സിനെ 5 മണിക്ക് എഴുന്നേൽക്കുക എന്ന് പറയുന്ന എൻ്റെ തോട്ട്സ് എനിക്ക് നെഗറ്റീവായി മാറും. അപ്പോൾ ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കാതിരിക്കും. പിന്നെ പതുക്കെ ഞാൻ വീണ്ടും, അതായത് വളരെ ഡള്ളായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും. 5 മണിക്ക് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് പ്രചോദനപരമായ കാര്യം ചെയ്യുക എന്ന് വെച്ചാൽ, ഞാൻ എന്നെ ഉദ്ധരേതാത്മാനാം എന്ന് ഭഗവാൻ പറഞ്ഞതുകൊണ്ടാണ്. നമ്മുടെ ഉദ്ധരിക്കാനുള്ള പ്രവർത്തനം നമ്മൾ ചെയ്യുകയും, അത് മറ്റുള്ളവൻ കാണുമ്പോൾ അവൻ നമ്മളോട് 2 വാക്ക് പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ മോട്ടിവേഷനിലാവും. അപ്പോൾ നമ്മുടെ 5 മണിക്ക് എഴുന്നേൽക്കുന്ന ചിന്ത പോസിറ്റീവായി മാറുന്നു. ഇതാണ് രണ്ടും ലളിതമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, വീണ്ടും ഒന്നുകൂടി പറയാം, എല്ലാ സുന്ദരന്മാരും ഒന്ന് ക്യാമറ ഓൺ ചെയ്യുക, എന്നിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്ത് വെക്കുക. ഐ ആം ഹാപ്പി എന്നെല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ നോക്കട്ടെ. എത്ര പേര്, എല്ലാവരും യൂട്യൂബ് വീഡിയോ കാണുന്നവരെല്ലാം പെട്ടെന്ന് ഐ ആം ഹാപ്പി എന്ന് എല്ലാവരും പറഞ്ഞേ നോക്കട്ടെ. കമോൺ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്ന സംഭവത്തിൽ കിടന്ന് കറങ്ങിയല്ല വേണ്ടത്. നമുക്ക് പ്രൊഡക്റ്റീവായ എന്തെങ്കിലും കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഞാൻ അതിനുശേഷം അടുത്ത പുസ്തകം എഴുതി, പിന്നെ 3ാമത്തെ പുസ്തകം എഴുതി, 4ാമത്തെ പുസ്തകം എഴുതി, 5ാമത്തെ പുസ്തകം എഴുതി, 6ാമത്തെ പുസ്തകം എഴുതി, 7ാമത്തെ പുസ്തകം എഴുതി, 8ാമത്തെ പുസ്തകത്തിൽ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ 2-3 വർഷക്കാലത്തിന് സമയമാണ്. എന്തുകൊണ്ട്? ഞാൻ പുസ്തകം എഴുതുന്നുണ്ട്, അത് എന്നെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ആ പ്രചോദനം നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് പുസ്തകം മേടിച്ചിട്ട് എനിക്ക് വീണ്ടും സാമ്പത്തികമായി നൽകുന്നുണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്ന പ്രചോദനമായ കാര്യമാണല്ലോ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് ഒന്നും കൂടി പറയാം. അപ്പൊ നമ്മൾ വിചാരിച്ചിരിക്കുന്ന ചിന്തകളുടെ നെഗറ്റീവ് വരുന്നത് എന്തോ വലിയ പാപമാണെന്നാണ്. അങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കാനാണ് ഇന്നത്തെ അവസ്ഥ. ഒരു ചിന്ത എന്ന് പറയുന്നത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ ആ ചിന്തയെ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിതം നിർണയിക്കുന്നത്. എഴുതി വെച്ചോളൂ,
ചിന്തകൾ ഒരു പ്രശ്നമല്ല. ചിന്തകളെ ഞാൻ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണ് എൻ്റെ ജീവിതം നിർണ്ണയിക്കുന്നത്. ഇത് നിങ്ങൾ എഴുതി വെച്ച് മനസ്സിലാക്കേണ്ട സംഭവമാണ്. ഇപ്പോ നമ്മുടെ മനസ്സ് എപ്പോഴും എന്താ പറയാ, സാധാരണ പറയാം, നമ്മുടെ മനസ്സൊരു വിശാലമായ വയലാന്ന് കരുതിക്കും. വയൽ ഇങ്ങനെ വിശാലമായ കഴിയും, അവിടെ പലതരം വിത്തുകൾ വീഴും. സ്വാഭാവികമായും പലതരം വിത്തുകളോ, കളകൾ ഉണ്ടാവും, മറ്റും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോ പക്ഷേ നമ്മൾ വിളവിന്, അതായത് വിത്തില് ഏത് വിത്തിനാണ് വെള്ളവും മറ്റും കൊടുക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ആ കർഷകനാണ്, അല്ലെ? അവിടെയുള്ള എല്ലാത്തിനും കൊടുക്കൂലല്ലോ. അവിടെ കർഷകൻ കൃഷി ചെയ്യുന്നത് എന്താണോ അതിന് മാത്രമേ അവൻ വെള്ളവും വളവും കൊടുക്കുള്ളൂ. മറ്റതെല്ലാം അവിടെ തിളച്ച് വളരുന്നൊക്കെ ഉണ്ട്. ചിലപ്പോൾ ചത്തുപോകും, ചിലപ്പോൾ വളരുകയും ചെയ്യും, സ്വാഭാവികം. പക്ഷേ നമ്മുടെ വിളവിനേക്കാൾ വലുതായിട്ട് ഒരു കളകളും വളരില്ല. അപ്പൊ വിത്തുകൾ നമ്മൾ പാകിയാലും അവിടെ എന്തിനാണ് വളവും വെള്ളവും നൽകുന്നത് എന്നതാണ് പ്രാധാന്യം. അപ്പൊ ഇതിനെ വേർതിരിച്ച് കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഇതെനിക്ക് ആവശ്യമുള്ള ചിന്ത, ഓക്കെ, ഞാൻ ഇതിനെ വളർത്തുന്നു. ഇതെനിക്ക് ആവശ്യമില്ലാത്ത ചിന്ത, ഞാൻ ഇതിനെ ഒഴിവാക്കുന്നു. ഇത്ര മാത്രമാണ് നമ്മൾ ഇതിന് ചെയ്യേണ്ട പ്രധാനമായ കാര്യം. ഈ ഒരൊറ്റ കാര്യം, അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ എന്തുകൊണ്ട് വരുന്നു എന്ന് കൂടി നിങ്ങളൊന്ന് വിശകലനം ചെയ്ത് നോക്കണം. കാരണം നമ്മുടെ മനസ്സിന് പ്രത്യേകത, മനുഷ്യ മനസ്സ് എപ്പോഴും സുരക്ഷ അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോണിൽ നിൽക്കാനാണ് അതിന് എപ്പോഴും താല്പര്യം. അങ്ങനെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് അതിന്റെ ഒരു സിസ്റ്റം, അല്ലെ മസ്തിഷ്കം എന്ന് പറയുന്നത് അപകടത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി പരിശീലിക്കപ്പെട്ടതാണ്. അതിപ്പോഴാ നമ്മൾ ഉണ്ടായ മനുഷ്യനായ ഈ നമ്മള് ഹോമോസാപ്പിയൻസ് ആയി വരുന്ന കാലം മുതൽ തന്നെ അവന്റെ മസ്തിഷ്കത്തിനെ പരിണാമം ചെയ്ത് അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതാണ്? സുരക്ഷിതത്വം തേടുക, അപകടം മുൻകൂട്ടി കാണുക. അവൻ ശ്രദ്ധിക്കുന്നതെല്ലാം അപകടത്തിലേക്ക് വേണ്ടി. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇതിനെപ്പറ്റി വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. പുലി വരുന്നതും മറ്റു കാര്യങ്ങളെ പറ്റി പറഞ്ഞത് ഒന്നുകൂടി റെഫർ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ മസ്തിഷ്കം എപ്പോഴും സദാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും അപകടമുണ്ടോ എന്നാണ് റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പ്രശ്നങ്ങൾ കാണുന്നത്. അതിനുശേഷം മാത്രമേ നമ്മൾ സാധ്യതകൾ കാണുള്ളൂ. ഇത് മനസ്സിലായോ? ഇതൊരു ഹിഡൻ സീക്രട്ട് ആണ്, വളരെ രഹസ്യമായ ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ മസ്തിഷ്കം പരിശീലിക്കപ്പെട്ടിട്ടുള്ളത് അപകടത്തെ അല്ലെങ്കിൽ പ്രശ്നത്തെ കാണാനാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എപ്പോഴും മനസ്സിൽ ഓർമ്മ വേണം. ആദ്യം വരുന്നത് പ്രശ്നങ്ങളായിരിക്കും. ഇതിന്റെ സാധ്യതകൾ തേടുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മളെ സ്വയം പരിശീലിപ്പിക്കേണ്ടത് സാധ്യതകളെ തേടാൻ വേണ്ടിയാണ്. നിങ്ങൾ ഒരിക്കലും ആ നെഗറ്റീവ് ചിന്തകളോട് പോരാടേണ്ടതേയില്ല. അതിനെപ്പറ്റി ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അതിനെ നിർത്താനായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. പകരം അവയെ ഒന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിരീക്ഷിക്കുക എന്ന് പറയും. ഇതാണ് നമ്മുടെ സനാതന ധർമ്മത്തിലെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോറായിട്ടുള്ള കാര്യം, ചിന്തകളെ നിരീക്ഷിക്കുക എന്ന് പറയുന്നത്. ഒബ്സർവ് യുവർ തോട്ട്സ് എന്ന് പറയുന്ന പ്രക്രിയ. നമ്മൾക്ക് ഇതെല്ലാം നടക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ചിന്തകളെ കാണാൻ ശ്രമിക്കുന്നു എന്നത് മാത്രമാണ്. നമ്മളിത് കുറച്ചു കാലം കഴിഞ്ഞ് വരുമ്പോൾ തന്ത്രയിലേക്ക് പോയി, മെഡിറ്റേഷനൊക്കെ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ, തന്ത്രയിലേക്ക് പോകുമ്പോൾ ഞാനിത് വളരെ കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് എടുപ്പിക്കും. നിങ്ങളെ തോട്ട്സിനെ നിരീക്ഷിക്കുക. ഇത് എവിടെ നിൽക്കുന്നു, എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മളൊന്ന് നിരീക്ഷിച്ച് അതിൻ്റെ കൂടെ പോകാതിരിക്കുക എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ കൃത്യമായിട്ടൊരു മെന്റൽ അൽക്കമി എന്ന് പറയുന്ന ഒരു സെഷനിലേക്ക് നമ്മൾ ഈ ക്ലാസ്സിൽ കടന്നു പോകും. ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ ക്ലാസിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഈ മാസം മുതൽ നിങ്ങൾക്ക് എല്ലാം കംപ്ലീറ്റ് ഞാൻ പാക്കേജ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ 3 മെമ്പർഷിപ്പിലേക്ക് മാറിയിട്ടുണ്ട്. മെമ്പർഷിപ്പിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പൊ നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങൾക്കിത് ഇവിടെ കാണും, അതൊന്ന് നോക്കി വെച്ചേക്കുക. നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൊക്കെ അത് അറിയിച്ചിട്ടുണ്ട്, മെമ്പർഷിപ്പ് സിസ്റ്റം. അപ്പോൾ നമ്മൾ ഒരു 6 പടികളിലൂടെ കടന്നു പോവുകയാണ് യാത്ര. നമുക്കതിന് പ്രധാനമായിട്ടും 4 പടികളാണ് സാധാരണക്കാരായ നിങ്ങൾ പാലിക്കേണ്ടത്. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് യൂട്യൂബിലും അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ കിട്ടും. അപ്പോൾ ഓരോ പടികളും എന്തൊക്കെ ചെയ്യണം, ഒരാൾ എന്തൊക്കെയാണ് ബേസിക്കായി ചെയ്യേണ്ടത്, വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കിയിട്ട് സൈക്കോളജിയും ന്യൂറോ സയൻസും നമ്മുടെ
ഏഷ്യൻ വിസ്റ്റവും നമ്മൾ വേദാന്തവും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള അതിഗംഭീരമായിട്ടുള്ള പാക്കേജുകളാണ്, മെമ്പർഷിപ്പ് പാക്കേജുകളാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. സാധാരണക്കാർ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. വലിയ എക്സ്പെൻസസ് ഒന്നും ഇല്ല. നിങ്ങൾ എല്ലാ ദിവസവും ഇനി മുതൽ ക്ലാസ് ഉണ്ടാവും. നമുക്ക് എവറിഡേ എൻ്റെ ക്ലാസ് ഉണ്ടാവും. രാവിലെ ക്ലാസ് ഉണ്ടാവും, ഉച്ചക്ക് ക്ലാസ് ഉണ്ടാവും. അതുപോലെ ആപ്പിൽ എല്ലാ ക്ലാസ്സുകളും ആപ്പിൽ അവൈലബിളും ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ മെമ്പർഷിപ്പിന്റെ കൂടെ ഇത്ര ക്ലാസ്സുകൾ ഉണ്ട്. 3 മാസത്തെ ടൈം ഉണ്ട്. അപ്പൊ ആ ക്ലാസ്സുകൾ 3 മാസം കൊണ്ട് നിങ്ങൾ പഠിച്ചു തീർത്താൽ മതി. അത് ആപ്പിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് നൽകുന്നുമുണ്ട്. അത് കൂടാതെ ഞാൻ ലൈവായിട്ട് വന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൂടാതെ മറ്റു കോച്ചുകൾ, നമ്മുടെ ആശയ ആയിക്കഴിഞ്ഞാലോ, ഉഷ ആയിക്കഴിഞ്ഞാലോ, മേഘ ആയിക്കഴിഞ്ഞാലോ അവരും നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് എത്ര കണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും വിപുലമായ പ്രാക്ടീസാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവരും നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇപ്പോൾ പുതിയതായിട്ട് യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് പറയാം, താഴെ അഡ്മിൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കുക. നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണമെന്നും നിങ്ങൾ പറയണ്ട, നിങ്ങളുടെ വിഷയം എന്താണെന്ന് മാത്രം ഞങ്ങൾ അഡ്മിനോട് പറഞ്ഞാൽ മതി. അപ്പൊ അഡ്മിൻ പറയും നിങ്ങൾ ഇന്ന ക്ലാസ്സിൽ കയറി ഇന്ന ഇത് എടുത്തോളൂ. അതിൽ നിങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളും നോക്കിയിട്ടാണ് തന്നിരിക്കുന്നത്, അല്ലാതെ വലിയ കാര്യമില്ല. ഫുൾ പാക്കേജ്. നമ്മുടെ എന്നും കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ആൾക്ക് എല്ലാ ക്ലാസ്സിലും കയറണം. എന്നും കൂടെ നിൽക്കാനാണെങ്കിൽ ഞാനുമായിട്ട് എല്ലാ ആഴ്ചയും ഒന്നിരുന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ തന്നെ പാക്കേജ് ഉണ്ട്. അത് അഡ്മിൻ തരും നിങ്ങൾക്ക്. എല്ലാം നമ്മൾ വളരെ സോഫ്റ്റ് ആൻഡ് സ്റ്റഡി ആയിട്ട് പോകാനുള്ളതാണ്. ലോങ് ടൈം ആയിട്ട് ജീവിത ലക്ഷ്യത്തിലേക്ക് കടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ എപ്പോഴും ചിന്തകളെ നമ്മൾ അവബോധത്തിലേക്ക് കടത്തുക എന്ന് പറയും. അതായത് എൻ്റെ മനസ്സിൽ നെഗറ്റീവ് ചിന്ത വരുന്നു എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഒന്നാമത്തെ ഘട്ടം കടക്കുന്നത്. എത്ര പേർക്ക് എൻ്റെ മുമ്പിലിരിക്കുന്നത് പറയാൻ പറ്റും എനിക്ക് ഇടയ്ക്കിടെ നെഗറ്റീവ് ചിന്തകൾ വരാറുണ്ട്? യെസ് ഓർ നോ ഒന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവരും. നിങ്ങൾക്ക് ഇടയ്ക്കിടെ നെഗറ്റീവ് ചിന്തകൾ വരാറുണ്ട് എന്ന് അറിയുന്ന എത്ര പേരുണ്ട് എന്ന് ഞാൻ നോക്കട്ടെ. യെസ് ഓർ നോ എത്ര പേരുണ്ട്? എത്ര? 1 2 3 4 5 കമോൺ. എല്ലാവരും യൂട്യൂബ് വീഡിയോ കാണുന്നവരെല്ലാവരും ടൈപ്പ് ചെയ്ത് നോക്കട്ടെ നിങ്ങൾക്ക് എത്ര പേര്. അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്ത വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് ടൈപ്പ് ചെയ്യാതിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്ത ഉണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഒന്നാമത് മനസ്സിലാക്കുക, നെഗറ്റീവ് ചിന്തയില്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തുണ്ടാവില്ല. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ആർക്ക് എസ് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ? ഇല്ല. എന്നിട്ടും ഞാൻ എസ് പറയുന്നില്ലെങ്കിൽ അതിന്റെ പേരാണ് EGO. ഞാൻ അതിന് ഉത്തരവാദിയല്ല എന്നുള്ളത്. യെസ്. പക്ഷെ കാര്യമാക്കാറില്ല എന്നല്ല. ഓക്കെ, നെഗറ്റീവ് ചിന്തകൾ വരാറുണ്ട്. അപ്പോ അതിനെ നമ്മൾ കാണുക എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരാൾ നിങ്ങളെ വീട്ടിലേക്ക് കക്കാൻ കയറി വരികയാണ്. കക്കാൻ വേണ്ടി കയറി വരികയാണ്. നിങ്ങൾ അയാളെ കണ്ടു. പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? അയാൾ കട്ടിട്ട് പോകും, അല്ലെങ്കിൽ അവരൊന്നും എടുക്കാതെ പോകും, അല്ലേ? അങ്ങനെ ആലോചിച്ച് നോക്കി നിങ്ങൾ. ഒരു നെഗറ്റീവ് ചിന്ത വരുന്നു, നിങ്ങളത് കാണുന്നു, പിന്നെ അത് നെഗറ്റീവ് ആയിരിക്കുമോ? അല്ല, അവിടെ ഇല്ലാതായി പോകും. അതവിടെ നശിച്ചു പോകുമെന്നുള്ളതാണ് കണക്ക്. 30% ഇത്തരം നെഗറ്റീവ് ചിന്തകൾ അന്നേരം നശിച്ചു പോകും. ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അത്രയും ലളിതമാണ് ഈ സംഭവം. പക്ഷേ ഞാനിപ്പോ ഇവിടെ ചോദിച്ചപ്പോ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ നമ്മളിപ്പോ 100ഓളം ആൾക്കാരോട് പങ്കെടുത്തതിൽ പകുതി ആൾക്കാരും ഉത്തരമേ പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതായത് എനിക്ക് നെഗറ്റീവ് ചിന്ത ഉണ്ടെന്ന് അവര് പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത്. ആദ്യത്തെ പ്രശ്നം ഞാൻ സോൾവ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ പ്രശ്നം, അവയർനെസ് ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആരാണെന്ന് എനിക്കറിയില്ലെങ്കിൽ ഞാൻ ആരോട് പോയി ചോദിക്കും ഞാൻ ആരാണെന്ന്? അപ്പൊ ഞാൻ പറയും ഞാൻ ആരാണ്, അല്ലെ? ഈ ഒരു കഥ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ പറയുമ്പോൾ രസമാണ്, കേൾക്കാനായിട്ട് രസമാണ്. പക്ഷെ എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ പെർഫെക്റ്റ് ആണ്. ഐ ആം ഓൾവേസ്
പെർഫെക്റ്റ് അല്ലേ? പക്ഷെ പ്രശ്നം ആരാണ്? ആളാണ്. ആരാണ്? ഭർത്താവ്, ഭാര്യ, മക്കൾ, അച്ഛൻ, അമ്മ, അല്ലേ? അവരാണ് പ്രശ്നക്കാർ. നമ്മളെപ്പോഴും നമ്മളെപ്പോലൊരു നല്ലൊരു മനുഷ്യൻ ഈ ലോകത്ത് വേറെ മഷി ഇട്ടാ കിട്ടത്തില്ല. ഇതല്ലേ നമ്മളെല്ലാവരും പറയുന്ന പോലത്തെ ആരെങ്കിലും ഉണ്ടോ? ഇനി തിരിച്ചു പറയാം, ഇനി അങ്ങനെ നമുക്ക് തോന്നി ഞാൻ ഏറ്റവും മോശക്കാരനിൽ മോശക്കാരൻ ഞാൻ താനടാന്ന് തോന്നിയാൽ അത് പിന്നെ അതിനേക്കാളും വലിയ അബദ്ധമാണ്. അതാണ് ഇതിനകത്ത് മനസ്സൊരു വിസ്മയത്തിൽ ഞാൻ കൃത്യമായി എഴുതിയിട്ടിരുന്നത്. ഗിൽറ്റ്, കുറ്റബോധം എന്ന് പറയുന്നത് ഏറ്റവും മോശമായിട്ടുള്ള എനർജിയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരെക്കാളും മോശമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ ആവശ്യമാണ്. ഞാൻ എല്ലാക്കാളും ബെസ്റ്റാണെന്ന് തോന്നുന്നതും അപകടമാണ്. രണ്ടും അപകടമാണ്. നമുക്കതിൻ്റെ ഇടയിൽ നിന്ന് പോകാൻ സാധിക്കണം. അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾക്ക് ഇപ്പൊ ഞാൻ നമ്മുടെ ക്ലാസ്സിൽ വളരെ കൃത്യമായി തന്നെ ഈ സാധനം പഠിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ പേരാണ് മെന്റൽ അൽക്കമി എന്ന് പറഞ്ഞിട്ട് ഞാൻ കൃത്യമായി ഇതിനെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഡീറ്റെയിൽസ് ആയിട്ട് കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് മൂന്നാമത്തെ സ്റ്റേറ്റിലാണ്, മൂന്നാമത്തെ മെമ്പർഷിപ്പിലാണ് അത് പഠിപ്പിക്കുന്നത്. കാരണം ആ 1, 2 കഴിഞ്ഞാൽ മാത്രമേ ഇത് പഠിപ്പിച്ചിട്ട് കാര്യമോ, അല്ലെങ്കിൽ തലയിൽ എത്തൂല ഈ സാധനം. അപ്പൊ ചിന്തകളെ നിരീക്ഷിക്കുക, അറിയുക എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ചിന്തകളെ അംഗീകരിക്കുക എന്ന് പറയുന്നത്, അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന സാധനം. ശരി, ചിന്തകൾ വരുന്നത് സ്വാഭാവികമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് സ്വാഭാവികമാണ്. മനുഷ്യൻ ചിന്തകൾ ഇല്ലാതാക്കാൻ പറ്റില്ല. പക്ഷെ ആകെ ചെയ്യാൻ പറ്റുന്നത് അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ്, അംഗീകരിക്കുക. നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ നിൽക്കരുത്. അതിനെ നമ്മൾ പ്രതിരോധിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഊർജം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതിന്റെ ഊർജം നശിച്ചും പോകും എന്നുള്ളത് പ്രക്രിയ. ഇത് രണ്ടും വളരെ കൃത്യമായി വെക്കണം. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് നേരത്തെ എന്നോട് പറഞ്ഞത്. എനിക്ക് നെഗറ്റീവ് ചിന്തയിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെയെന്ന്. അതായത് റീഫ്രെയിമിംഗ് എന്ന് പറയും. നമുക്ക് ചിന്തകൾ ഒരുപാട് വരുന്നുണ്ടാവും. ആ ചിന്തകളെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടുപോകുക, പുനർരൂപീകരണം എന്ന് പറയും. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പോലെ 5 മണിക്ക് എഴുന്നേൽക്കണം എന്നുള്ള ചിന്ത എനിക്ക് പോസിറ്റീവ് ആയിരുന്നു. പക്ഷെ അതിന് എനിക്ക് പ്രചോദനം നൽകണമെങ്കിൽ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് ചെയ്യാൻ ഒരു പ്രക്രിയയിലേക്ക് ഞാൻ കമ്മിറ്റഡ് ആയിരിക്കണം. അപ്പൊ ഞാൻ എഴുന്നേറ്റ സമയത്തെ പുനഃക്രമീകരിച്ചു. ഞാൻ എന്തിനു വേണ്ടി എഴുന്നേക്കുന്നു? പിന്നെ എന്റെ പർപ്പസിലേക്കാവും. ഞാൻ 5 മണിക്ക് എഴുന്നേക്കുന്നത് 5 മണിക്ക് വെറുതെ എഴുന്നേക്കണമെന്ന അവസ്ഥയിൽ നിന്ന് മാറി 5 മണിക്ക് എഴുന്നേറ്റില്ലെങ്കിൽ, ഇപ്പൊ 3:20 എഴുന്നേറ്റില്ലെങ്കിൽ ഇവിടെ നിങ്ങൾ 100 ആൾക്കാർ കാത്തിരിക്കും. 3 മണിക്ക് 20 മിനിറ്റ് 3:20 ഞാൻ എഴുന്നേറ്റ് ഇവിടെ വന്നില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും സാറേ കാണുന്നില്ലല്ലോ എന്ന്. തുരെ ഫോൺ കോളും തുരെ മെസ്സേജ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ മെഡിറ്റേഷൻ രാവിലെ വെച്ച് എനിക്കിപ്പോ മെഡിറ്റേഷൻ യോഗയും ഞാൻ വന്നില്ലെങ്കിൽ ഇവിടെ നടത്താൻ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ എനിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നോട്. എന്റെ ചിന്തകൾക്ക് പുനഃക്രമീകരണം നൽകാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഞാനിപ്പോ നിങ്ങളോട് 8 മണിക്ക് ക്ലാസ് എടുക്കുന്നത് എന്തിനാണെന്നറിയോ? ഇപ്പൊ സമയം 6:30 മണിക്ക് ഞാൻ ക്ലാസ് എടുത്തത്. ഞാൻ ഓടിപ്പിടിച്ച് വരികയായിരുന്നു. നിങ്ങൾക്ക് 8 മണിക്കുള്ള ക്ലാസ്. എനിക്ക് ക്ലാസ് എടുക്കാതിരിക്കാം, ഒരു കുഴപ്പമില്ല. നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കും. എന്തിനാ? ഞാൻ ഈ സമയം ഇതിനു വേണ്ടി ക്രമീകരിക്കണം. ഈ സമയം ഇതിനു വേണ്ടി പഠിക്കണം, ഇതിനു വേണ്ടി ചിന്തിക്കണം, ഇതുവരെ പറയാനുള്ള കാര്യം വേണം. മറ്റ് ചിന്തകൾക്കൊന്നും പോകാൻ എനിക്ക് സമയമില്ലെന്നേ. ഇല്ലെങ്കിൽ ഞാൻ പോവും. ഈ സമയത്ത് വെറുതെ നടക്കാൻ പോവും, അല്ലെങ്കിൽ അങ്ങോട്ട് പോവും, വല്ല കടയിൽ, നാട്ടിലൊക്കെയാണ് വല്ല കടയിലും കയറി ഇരിക്കും, ഒക്കെ ചെയ്യാമല്ലോ. പക്ഷെ എനിക്ക് പ്രൊഡക്റ്റീവായി മാറണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കമ്മിറ്റ്മെന്റ് ഏറ്റെടുക്കണം. അപ്പോ റീഫ്രെയിമിംഗ് എന്ന് പറയുന്ന പ്രക്രിയ എവിടെയാണ് വരുന്നത്? ഇതൊന്നും എനിക്ക് സാധിക്കില്ല എന്ന് പറയുന്ന എത്ര പേരിവിടെ ഉണ്ട്? എന്റെ ചിന്തകളെ നിയന്ത്രിക്കാനൊന്നും എനിക്ക് സാധിക്കില്ല എന്ന് പറയുന്ന എത്ര പേരുണ്ട്? യെസ് ഓർ നോ ഒന്ന് ടൈപ്പ് ചെയ്തേ. എത്ര പേരുണ്ട് ഇതൊന്നും എനിക്ക് സാധിക്കില്ല എന്ന് പറയുന്ന എത്ര പേരുണ്ട്? 1 2 3 4 യെസ്, കമോൺ, പെട്ടെന്ന് പറഞ്ഞു. യെസ്, മീ ആരും ടൈപ്പ് പറഞ്ഞ പേരുണ്ടോ നോക്കട്ടെ. ആരുടെയും പേരുണ്ടോ നോക്കട്ടെ. സാധിക്കില്ല എന്നതുണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ഇപ്പൊ റീഫ്രെയിം ചെയ്തോളുക. എനിക്കും ഇതൊക്കെ സാധിക്കും. നിങ്ങളെ മുന്നിലിരുന്ന് ദിനേശ് മുങ്ങത്തിന് ഇതൊക്കെ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് പറ്റും. പറ്റാത്തവരായിട്ട് ആരുമില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുക. അപ്പൊ എല്ലാവരെ കൊണ്ട് സാധിക്കും. അപ്പൊ അതുപോലെ എടുത്തൊരു ചോദ്യമാണ്, ഭാഗ്യമില്ലാത്തവർ എത്ര പേരിവിടെ ഉണ്ട്? എനിക്ക് ഭാഗ്യമില്ല എന്ന് ചിന്തിക്കുന്ന എത്ര പേരിവിടെ ഉണ്ട്? ഒന്ന് പേര് ടൈപ്പ് ചെയ്യും. ഭാഗ്യമില്ലാത്തവരാരെങ്കിലും? ഭാഗ്യമില്ല എന്ന് ചിന്തിക്കുന്ന ആളുണ്ടെങ്കിൽ ഇതാണ് ചിന്തകളെ ചില സമയത്ത് സാധിക്കില്ല. ആ സമയം എപ്പോഴാണെന്ന് അറിയോ?
12:69 അല്ലേ, 12:82 ഇങ്ങനെയുള്ള സമയത്ത് സൈറ ബാനുവിന് ഇത് സാധിക്കില്ല. ബാക്കി എല്ലാ സമയത്തും സാധിക്കില്ലേ? ചില സമയത്ത് സാധിക്കില്ല. പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. ചിന്തകളെ നമുക്ക് വേണ്ട സമയത്ത് ഭാഗ്യമില്ലാത്ത ആൾക്കാർ കുറെ ഉണ്ട്. 1 2 3 പോരും, ഭാഗ്യമില്ല, എഴുതിക്കോളൂ. എന്നാൽ എവിടെയാണ് ചിന്തകളെ ട്രെയിൻ ചെയ്യുക, അതായത് പുനർക്രമീകരിക്കുക? എനിക്ക് ഭാഗ്യമില്ല എന്ന് പറയുന്ന ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. എന്റെ സമയവും വരും. എനിക്ക് ഭാഗ്യമുണ്ട് എന്ന് പറയുന്നില്ല, എന്റെ സമയവും വരും. എനിക്കുമുണ്ട് സമയം. നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ലേ? എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ കയറി വരൂ, നമുക്ക് സാധിക്കും, ഞാൻ ശരിയാക്കി തരാമല്ലോ. ട്യൂൺ യുവർ മൈൻഡ് സെറ്റിൽ കൂടെ നിങ്ങളുടെ മൈൻഡ് ഞാൻ ട്യൂൺ ചെയ്തെടുക്കാമല്ലോ. എന്താ പറ്റാത്ത? എല്ലാം പറ്റും. ഭാഗ്യമില്ലാത്തവർക്കൊക്കെ ഭാഗ്യം കിട്ടും. സത്യമായിട്ട് നിർമ്മമായും പറഞ്ഞതാണ്. ഭാഗ്യമില്ല എന്ന് ചിന്തിക്കുന്ന ആളുണ്ടെങ്കിൽ വന്നോളൂ, ഞാൻ ഭാഗ്യം നിങ്ങൾക്ക് വരുത്തി തന്നിരിക്കും. പ്രോമിസാണ്, 100% വരുത്തി തന്നിരിക്കും. എത്രയോ കാര്യങ്ങൾ നമ്മൾ ലൈവ് പ്രോഗ്രാമിൽ വന്നതിന് ശേഷം മാറിയ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷവും ലൈവ് പ്രോഗ്രാം വന്നതിന് ശേഷം ലൈഫ് മാറിയ 100 കണക്കിന് ആൾക്കാർ, 1000 കണക്കിന് ആൾക്കാരെ നമുക്ക് എടുക്കാൻ പറ്റും ദിവസവും. ജിഷയൊക്കെ കൈപൊക്കുന്നുണ്ട്, സാറ് വേറെ കാണിക്കണ്ട, ഞാൻ തന്നെ ഉണ്ട് ഇവിടെ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കാരണം ലൈഫ് മാറാൻ വലിയ സമയമൊന്നും വേണ്ട. പക്ഷേ അതിനൊരു അപ്പോഴാണല്ലോ വീണ്ടും പറഞ്ഞു, അതിനൊരു ഭാഗ്യം വേണം. അതാ, ഭാഗ്യമില്ലാത്ത യശോദ കയറി വാ, ഞാൻ തരാൻ ഭാഗ്യം. കാര്യമായിട്ട് പറഞ്ഞു. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ 100% നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായിരിക്കും. ഭാഗ്യം കിട്ടണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യണം, അല്ലേ? ചെയ്യാതെ പറ്റില്ല. അത് ചെയ്യുകയാണെങ്കിൽ കിട്ടിയിരിക്കും. പിന്നെ പലരുടെയും ജീവിതം ലൈവ് പ്രോഗ്രാമിൽ വന്നപ്പോൾ ഓൺ ദ സ്പോട്ട് മാറിയുണ്ട്. ഇന്നലെ ബിഗിന പറയുന്നത് കേട്ടിരുന്നു, അല്ലെ? 5 ലക്ഷം രൂപ ഇല്ലല്ലോ ബിഗിന, ഞാൻ പുതുതായി പറയണത്. 5 ലക്ഷം രൂപ കടം വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാനില്ലാത്ത അവസ്ഥയിൽ നെട്ടോട്ടമേടുന്ന അവസ്ഥയിലാണ് വിളിച്ചത്. 2000 രൂപയായിരുന്നു അന്ന് എനിക്ക് 1 to 1 എടുക്കാനുള്ള പൈസ 2000 രൂപയായിരുന്നു. ആ 2000 രൂപ ഫീസ് എടുക്കാനില്ലാത്ത ആളായിരുന്നു. അത്രയും വിഷയത്തിലൂടെ കടന്നുപോയ ആളാണ്. 1.5 വർഷം മുമ്പ് എൻ്റെ കൂടെ നമ്മുടെ ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സിലും പങ്കെടുത്തു, എല്ലാ ലൈവ് പ്രോഗ്രാമിലും വന്നിരുന്നു. ഇന്നിപ്പോ 50 ലക്ഷം രൂപയുടെ ബ്യൂട്ടി പാർലർ സ്വന്തമായി തുടങ്ങി ഒരു ദിവസം 25,000 മുതൽ 30,000 രൂപ വരെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും. രാവിലെ അവിടെ ബിസിനസ് തുറക്കുമ്പോൾ അവരെന്നെ ഓണറാക്കി വെച്ച പോലെയാണ് പറയുന്നത്, സാറേ ഞാൻ ഷോപ്പിലെത്തി. തിരിച്ച് വൈകിട്ട് വരുമ്പോൾ വന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ലൈവ് കയറിയോന്നറിയില്ല. അവിടെ നിന്ന് അടച്ചിട്ട് രാത്രി വരുമ്പോൾ ഇന്നത്തെ വരുമാനം ഇത്ര. എല്ലാ ദിവസവും വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും നന്നായിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്നത് എന്നുവെച്ചാൽ ആ ഒരു കമ്മിറ്റ്മെന്റ്. അതുപോലെ ഞാൻ ബിഗിനെ ഉദാഹരണമായി പറഞ്ഞ ഇതുപോലെ എത്രയോ ആൾക്കാരുണ്ട്. ഇവരൊക്കെ ലൈഫ് മാറിയത് ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് ഒരിക്കലും ഞാൻ അവകാശപ്പെടില്ല. എനിക്ക് അങ്ങനെ യാതൊരു അവകാശവാദവും ഇല്ല. ഭഗവാൻ എന്തോ കാര്യങ്ങൾ എന്നിലേക്ക് പറഞ്ഞു തന്നു, അത് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തന്നു. നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടത് എനിക്ക് പറഞ്ഞു തരാൻ സാധിച്ചു. അത് നിങ്ങൾ ഉപയോഗിച്ചു. നിങ്ങൾക്ക് ഭഗവാന്റെ കടാക്ഷം ഉണ്ടായി. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. എനിക്ക് ഒരു കഴിവും ഇവിടെ ഇല്ല. ചില സമയത്ത് നമ്മളൊക്കെ മെഡിറ്റേഷനൊക്കെ പങ്കെടുത്ത സമയത്ത് പലരുടെയും ലൈഫ്, നമ്മുടെ സ്റ്റോൺ മെഡിറ്റേഷൻ, നമ്മൾ അല്ലേ പ്രാണ സ്റ്റോൺ മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ അനുഭവിച്ചവരാണ് ഇതെല്ലാവരും. ഇപ്പോഴും നിങ്ങൾ പ്രാണ സ്റ്റോൺ കയ്യിൽ ഇരിക്കുന്നവർക്കും അറിയാം.
ആരും ഇതുവരെ എവിടെയും കൊണ്ടുവരാത്ത സ്റ്റോണാണ് നമ്മൾ കൊണ്ടുവന്നത്. ആ സ്റ്റോൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്രത്തോളം മാറ്റം ഉണ്ടാക്കി എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അറിയാവുന്നു. ഞാനിതിനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ എത്ര കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ മാറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ സീമ ടീച്ചർ പറഞ്ഞാണ് 13% BA കിട്ടി. നല്ല കാര്യം, സന്തോഷം, ഇരിക്കട്ടെ ഈ സമയത്ത്, അല്ലേ? ശമ്പള പരിഷ്കരണ കമ്മിറ്റി ഓർഡറും വന്നു. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ ഹാപ്പി ആയി വരട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ലൈഫിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇത് സാധിക്കില്ല എന്നൊരു പ്രക്രിയയെ ഇവിടെയില്ല. നമ്മൾ അതിനു വേണ്ടി ഒന്ന് നിന്ന് കൊടുത്താൽ മതി, അല്ലേ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ മുമ്പിൽ ദൈവം നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ടാൽ ഭക്ത എന്ത് വേണം എന്ന് ചോദിക്കൂ എന്ന് ചോദിച്ചാൽ, ചോദിക്കാൻ നമ്മുടെ കയ്യിൽ ചോദ്യമില്ലെങ്കിൽ പിന്നെ എങ്ങനെ ലഭിക്കുമെന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇത് മാത്രമാണ് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളോട് പഠിപ്പിക്കുന്ന മൊത്തം നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ് എന്ന് നിങ്ങളൊന്ന് തീരുമാനിക്കും. ഈ ഇപ്പൊ പറഞ്ഞ നെഗറ്റീവ് ചിന്തകൾ, പോസിറ്റീവ് ചിന്തകളൊക്കെ ഇതിന്റെ ഭാഗമാണ്. എനിക്ക് എന്ത് വേണമെന്ന് എനിക്കറിയില്ല. അപ്പോഴാണ് ഞാൻ വെറുതെ ഇങ്ങനെ നടന്ന് ഇത് നെഗറ്റീവും അത് പോസിറ്റീവും എന്ന് പറഞ്ഞ് നടക്കുന്നത്. അല്ല, അമൂല്യൊക്കെ എൻ്റെ ക്ലാസ്സിൽ വരുന്ന സമയത്ത് വായി തുറന്നും സംസാരിക്കാൻ പറഞ്ഞ അമൂല്യ കിട്ടാനില്ല, അറിയില്ല. ഇന്ന് അമൂല്യ അതിമനോഹരമായി ഭജൻസ് ചൊല്ലുകയും ഞാൻ അവിടേക്ക് അമൂല്യ ഭജൻ ചൊല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ ആനന്ദലപ്തിയിൽ പോവുകയും ചെയ്യുന്നു. അത്രയും മനോഹരമായി ചൊല്ലിപ്പിടിച്ചു. എങ്ങനെയാ? ആവശ്യത്തിന് ചൊല്ലി 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 പഠിക്കുന്നു. ഒരു ക്ലാസ് പോലും വീട്ടിൽ എപ്പോഴും തിരക്കുള്ള ആൾക്കാർ പലരും നമ്മുടെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് വന്നിരിക്കും. എല്ലാ തിരക്കുകളും വിട്ടിരിക്കും, എല്ലാ പണികളും അതിനു മുമ്പ് തീർക്കും, എല്ലാ ജോലികളും തീർക്കും. ഇവിടെ വന്ന ആൾക്കാർക്ക് ആർക്കും സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും മാനസികമായും ഉന്നതി ലഭിക്കാത്തവർ ഒരാളുണ്ട് എന്നൊന്ന് പറയാവോ? ആരെങ്കിലും എൻ്റെ ക്ലാസ്സിൽ വന്ന് ഇത്രയും മാസമായി സാറേ ഞാൻ ക്ലാസ്സിൽ വരുന്നു, എനിക്കൊരു മാറ്റവും വന്നില്ല എന്ന് ഒരാൾ പറയൂ? ആർക്കും ഇല്ലല്ലോ. ടൈപ്പ് ചെയ്യാനായിട്ട് പേര് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ടൈപ്പ് ചെയ്യും. നിങ്ങൾ യൂട്യൂബ് കാണുന്നവരോടും പറയുന്നു, യൂട്യൂബ് ഇത്രയും ആൾക്കാർ കാണുന്നവരും എനിക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. ഞാൻ നിങ്ങളെ നേരിട്ട് വിളിച്ച് സംസാരിക്കാം, എന്താ നിങ്ങളുടെ വിഷയം, അത്രയും ഞാൻ പറയും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ളതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇന്നിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് ഉണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്നതിന്റെ ക്ലാസ്. അതിൽ ഞാൻ വളരെ ഫോക്കസ് ആയി പറയുന്നു. അവിടെ ഞാൻ 4 പ്രകൃതി നിയമങ്ങളെ നിങ്ങൾ വീണ്ടും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഈ 4 പ്രകൃതി നിയമങ്ങളെ, പ്രപഞ്ച നിയമങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ മുഴുവൻ വിഷയങ്ങളും നമ്മൾ അനുഭവിക്കുന്നത്. മനസ്സിലാക്കി അതിനെ പ്രാവർത്തികമാക്കിയാൽ മാത്രം മതി, മറ്റൊന്നും ചെയ്യണം, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായി നടന്നോളൂ. ഇതിനെ മാത്രം മനസ്സിലാക്കി ചെയ്താൽ മതി. ഇത് ചെയ്യണം, എല്ലാവരും ചെയ്യുക എന്ന് മാത്രമാണ്. അപ്പോൾ നമ്മൾ അടുത്ത കാര്യം പറയാനുള്ളത്, ഇതെല്ലാം നമുക്ക് വളരെ കൃത്യമായി ചില കാര്യങ്ങൾ, ഇതെല്ലാം ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ കൃത്യമായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കൊല്ലം പ്രോഗ്രാം മാർച്ച് 22 കൊല്ലത്ത് ഞാൻ വീണ്ടും വരികയാണ്. കൊല്ലം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. എന്തായാലും കൊല്ലത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു കൂടാം. ബുക്ക് ചെയ്യുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്തോളാം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇന്ന് 25-ാം തീയതിയായി. 2-ാം തീയതി രാത്രി നമ്മളൊരു സ്പെഷ്യൽ മീറ്റിംഗ് വെക്കുന്നുണ്ട്. നിങ്ങൾ കൊല്ലം പ്രോഗ്രാമിൽ വരുന്ന ആൾക്കാരുടെ എന്താണ് നിങ്ങളുടെ വിഷയം, എന്തിനാണ് നിങ്ങൾ എന്നെ കാണാൻ വരുന്നത്, ഇതാണ് ചോദ്യം. അത് നിങ്ങൾക്ക് കൃത്യമായ ഒരു ആവശ്യം ഉണ്ടായിരിക്കണം. എന്താണ് എനിക്ക് പറയാനുള്ളത്? ഒന്നിക്ക് നിങ്ങൾ സാറിന് ചിരിയും ഒക്കെ കാണാനാണെങ്കിൽ സന്തോഷം, അതിന് എനിക്ക് വളരെ സന്തോഷം. അതല്ല, പ്രത്യേകിച്ച് ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയുക. അതിനുള്ള പ്രതിവിധി ഞാൻ അന്നത്തെ ക്ലാസ്സിൽ നൽകിയിരിക്കും. അത് പല രൂപത്തിലാവാം. ഹീലിംഗ് ആവാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ആവാം, അല്ലെങ്കിൽ പ്രാണസ്റ്റോൺ ആവാം, അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് ആവാം, അല്ലെങ്കിൽ അത് ഓരോ ആളുടെയും വ്യത്യസ്തമായിരിക്കും. സാധാരണ ഇത് എന്തെങ്കിലുമൊക്കെ ഒരു വാട്ടർ തെറാപ്പി പോലെ തെറാപ്പിയും ആവാം, അത് എന്തും ആവാം. നിങ്ങൾക്കറിയാമല്ലോ, അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഞാൻ യൂട്യൂബിൽ അധികം പറയാറില്ല എന്നുള്ളതാണ്. ഹീലിംഗ് തെറാപ്പികളും മറ്റു ഒരുപാട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഹീലിംഗും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രം കൊടുക്കുന്നതാണ്. ഞാൻ പരസ്യമായിട്ട് അതിന് ഒരു ഇതാക്കാനൊന്നും ഉദ്ദേശിക്കുന്നത്. എപ്പോഴോ ദൈവികമായി കിട്ടിയ ഒരു കഴിവിനെ ഞാൻ അവരുടെ വിഷയങ്ങൾ തീർക്കാൻ വേണ്ടി മാത്രം നൽകുന്നതാണ്. അതിനോട് പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല. അപ്പൊ നിങ്ങളുടെ യഥാർത്ഥ വിഷയം എന്താണ്? കുടുംബപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം, സർപ്പദോഷങ്ങൾ ഉണ്ടാവാം, അല്ലെ അങ്ങനെ പല 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 വിഷയങ്ങളുണ്ടാവും.
എന്താ പറയുക, ജ്യോതിഷപരമായ വിഷയങ്ങളുണ്ടാവും, വാസ്തുപരമായ വിഷയങ്ങളുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി 2-ാം തീയതി രാത്രി ക്ലാസ് നടക്കും. അതിനുശേഷം ലാസ്റ്റ് ബുക്ക് ചെയ്ത ആൾക്ക് ഇതൊന്നും തരാൻ പറ്റില്ല, ബുക്ക് ചെയ്യില്ല, ബുക്കിംഗ് എടുക്കില്ല, ബുക്കിംഗ് നിർത്തി വെക്കും. അപ്പൊ അന്ന് സംസാരിച്ച് 2-ാം തീയതി, 3-ാം തീയതി, 4-ാം തീയതി, അങ്ങനെ 3-4 ദിവസങ്ങളിൽ നമ്മൾ ഇരുന്നാലേ ഇത്രയും ആൾക്കാർ 100-200 ഇപ്പൊ തന്നെ 100 ആൾക്കാർ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് 200 ആളുകൾക്ക് മാക്സിമം കപ്പാസിറ്റി ഉള്ളൂ ഇവിടെ. അപ്പോൾ അത്രയും ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ബാക്കി നിങ്ങൾ എല്ലാവരും ബുക്ക് ചെയ്തിട്ട് അന്നത്തെ 2-ാം തീയതി ക്ലാസ് പങ്കെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് വിഷയം എന്ന് പറയുക, അതിനനുസരിച്ച പ്രതിവിധി നമുക്ക് കണ്ടെത്തല്ലേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പല ആൾക്കാരും, ഞാൻ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല, ക്ലാസ്സിൽ വന്ന് തിരിച്ചു പോയ പിറ്റേ ദിവസം ഛർദിച്ച് എന്താ പറയാ, അകത്ത് ആരൊക്കെ എന്തോ കൊടുക്കുന്നൊക്കെ പറയില്ലേ, എന്തോ ആരൊക്കെയോ കൂടോത്രം ചെയ്യുന്നു, ആരൊക്കെയോ ഇത് ചെയ്യുന്നതൊക്കെ പറയാറുണ്ടല്ലോ. ഇതൊക്കെ പുറത്ത് കളഞ്ഞൊക്കെ കഥകളൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ മുമ്പിലുണ്ട്. സർപ്പദോഷം മാറിയതും അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട്. കുടുംബപരമായ ക്ഷേത്രത്തിലുണ്ടാകുന്ന വിഷയങ്ങൾ 100 കണക്കിന്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത്ര എല്ലാം ഈശ്വരനുണ്ടെങ്കിൽ അവിടെ ചെയ്ത്താനുണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയും വേണം. അതൊക്കെ നമുക്ക് വളരെ ഇതായിട്ട് നമുക്ക് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാം. ഇതൊന്നും അപ്പോൾ നിങ്ങൾ വേണ്ടവരൊക്കെ ബുക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് അന്നത്തെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുണ്ട്. അപ്പൊ ഇത്രയുമാണ് എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പൊ ചിന്തകൾ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, ഒറ്റ കാര്യമേ ഉള്ളൂ മനസ്സിലാക്കാനുള്ള. ചിന്തകൾ എന്ന് പറയുന്നതല്ല വിഷയം, നെഗറ്റീവ് ചിന്തകൾ എന്ന് പറയുന്നതല്ല വിഷയം. നിങ്ങൾ ആ ചിന്തകളെ എങ്ങനെ കാണുന്നു എന്നത് മാത്രമാണ് വിഷയം. നിങ്ങൾ അതിനെ ഇതെനിക്ക് വേണ്ടാത്തതാണെങ്കിൽ പിന്നെ വേണ്ടാത്ത പാമ്പിന് പാലും വെള്ളവും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ ട്യൂൺ യുവർ മൈൻഡ് സെറ്റിൽ കൃത്യമായി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മാസ്റ്റർ യുവർ മൈൻഡ് സെറ്റിൽ അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ 2 സെഷനിൽ കടന്നു പോകുമ്പോൾ തന്നെ നിങ്ങളിത് പൂർണ്ണമായിട്ടും വിട്ടുപോകും എന്നുള്ളതാണ്. അവിടെ മെഡിറ്റേഷനും കൂടി ആഡ് ചെയ്ത് വരുമ്പോൾ 100% ആയിട്ട് നമുക്ക് ചിന്തകൾ ആവശ്യമുള്ളതോ അനാവശ്യമുള്ളതോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. വി സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ സെഷൻസ്. അപ്പോ താങ്ക് യു. നെക്സ്റ്റ് എന്താ പറയാ, നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ പങ്കെടുക്കുക, മാറ്റങ്ങൾ ഉണ്ടാക്കുക, എഴുതി വെക്കുക, മാത്രം ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.